എല്ലാവർക്കും നമസ്കാരം. ഒരു മഹാശിവരാത്രിയാണ് ഉടനെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭക്തിസാന്ദ്രമായിട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ജീവിതം നിങ്ങൾക്കൊന്ന് ഉടച്ചു വാർക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അതായത് മനസ്സിലും ശരീരത്തിലും കയറിക്കൂടിയിരിക്കുന്ന അഴുക്കുകളെല്ലാം പുറന്തള്ളി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൈവന്നിരിക്കുന്ന ആ ഒരു അപൂർവ അവസരമായിട്ടാണ് ഈ ശിവരാത്രിയെ നമ്മൾ കാണേണ്ടത്. ഇവിടെ ഈ കഷ്ടപ്പാട് ദുരിതമെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഭൂമുഖത്തുള്ള ഏതൊരാളുടെ ജീവിതം എടുത്തു നോക്കിയാലും ശരി, കഷ്ടപ്പാടും ദുരിതവും പ്രതിസന്ധികളും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ആരിലും കാണാൻ സാധിക്കില്ല. പക്ഷേ കൂടുതൽ ആളുകളും അത് പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആരൊക്കെയാണോ ഈ പ്രതിസന്ധികളും പരാജയങ്ങളും അവരെ ഈ കൊല്ലാക്കൊല ചെയ്യുന്നത്, അതായത് നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ മാത്രമാണ് അവരുടെ മനസ്സിലുള്ള ആ ഒരു സങ്കടം അത് പുറത്തേക്ക് പറയാറുള്ളത്. അതായത് ജീവിതം അടുത്തു, ഇനി എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന ആ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെയുള്ള ആളുകൾ എത്തിച്ചേരുമെന്ന് സാരം. എന്നാൽ ഈ പറഞ്ഞ രീതിയിലുള്ള വിഷമഘട്ടങ്ങളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം. അതിനോടൊപ്പം മഹാദേവൻ്റെ ഏറ്റവും ശക്തമായ ആ ഒരു രുദ്രഗായത്രി മന്ത്രവും ചേർത്ത് പറയാം. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഈ ടെക്നിക്ക് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ഈ മന്ത്രം ജപിച്ചാൽ മാത്രമേ ആ മന്ത്രം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയുള്ളൂ. അല്ലാതെ ഈ കൊച്ചുകുട്ടികൾ സ്ലേറ്റിൽ ഈ തറാപറ എന്ന് എഴുതി പറയുന്നത് പോലെ എത്ര ഒരു ആവർത്തിച്ച് നിങ്ങൾ ഈ രുദ്രഗായത്രി മന്ത്രം ജപിച്ചാലും അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു യഥാർത്ഥ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇവിടെ ഈ പറയാൻ പോകുന്ന മോട്ടിവേഷണൽ ടിപ്സ് നിങ്ങൾ ശരിയായി അതൊന്ന് കേട്ട് മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഇതിൽ പറയുന്ന രുദ്രഗായത്രി മന്ത്രം നിങ്ങൾ ദിവസവും രാത്രി വെറും 3 ഉരു ജപിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനു വേണ്ടി അല്പം കഷ്ടപ്പെടാൻ തയ്യാറായേ മതിയാകൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഇതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, പശുവിന് മൂക്ക് കയറിടുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിന് നമ്മൾ കടിഞ്ഞാണിടുന്നത്. ആ ഒരു കടിഞ്ഞാൺ എപ്പോഴും നമ്മുടെ കൈവശം വേണം. എന്നാൽ മാത്രമേ നമ്മൾ തെളിക്കുന്ന വഴിയിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മനസ്സ് തെളിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. നമ്മൾ തെളിക്കുന്ന വഴിയിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരും. എന്നാൽ മനസ്സ് തെളിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ആന വാരിക്കുഴിയിൽ ചാടിയ അവസ്ഥയായിരിക്കും വന്നു ചേരുക. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക. എൻ്റെ ആഗ്രഹങ്ങളെ, ചിന്തകളെ ഞാൻ ഇന്നു മുതൽ കടിഞ്ഞാണിടും, അല്ലെങ്കിൽ അതിന്മേൽ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ ഉടനെ ഉണ്ടാക്കിയെടുക്കണം. ഇതിലിവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഉള്ളിൽ ആഗ്രഹം നമുക്ക് പരിച്ഛേദമില്ലാതാക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ആ ആഗ്രഹം അത്യാഗ്രഹമായി പോകാതെ നമുക്ക് തടയിടാൻ സാധിക്കും. അതായത് അത്യാഗ്രഹം വരുമ്പോൾ മനസ്സ് കൂടുതൽ ഇതിനെ ആഹരിക്കും. അതോടുകൂടി മനസ്സിന് അജീർണം ബാധിക്കും. ഇങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ ഈ ഒരു അത്യാഗ്രഹം എങ്ങനെയാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിളായ നാടൻ കഥ പറയാം. അതായത് തലേ ദിവസം രാത്രി ഉരുൾപൊട്ടി വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ ഈ കടപുഴകി ഒഴുകി വരുന്ന മരങ്ങളും അതിനോടൊപ്പം ഈ വീടുകൾ തകർന്നൊഴുകി വരുന്ന ഗൃഹോപകരണങ്ങളും ധാരാളം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഈ വസ്തുവകകൾ ഇങ്ങനെ പുഴയിലൂടെ ഒഴുകി വരുമ്പോൾ അത് ഈ പുലരും മുമ്പ് അവനവനെ കൊണ്ടാകുന്നത് പോലെ അത് തട്ടിയെടുക്കാൻ വേണ്ടി ഈ പുഴക്കരയിൽ ആളുകൾ തക്കം പാർത്ത് നിൽക്കുന്നത് അന്നത്തെ കാലത്ത് പതിവാണ്. അങ്ങനെ ഒരു വേള നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കമ്പിളിക്കെട്ട് ഒഴുകി വരുന്നത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിനെ കടന്നു പിടിക്കുന്നു. എന്നിട്ട് സാഹസികമായി കരയിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. പക്ഷേ ആ ഭാണ്ഡക്കെട്ടിൻ്റെ ഭാരം കൊണ്ട് അത് അങ്ങോട്ട് പ്രതീക്ഷിച്ചതുപോലെ കരയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സർവശക്തിയും എടുത്ത് കരയിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. എന്നിട്ടും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇതങ്ങോട്ട് വിട്ടുകളഞ്ഞേക്കാം എന്നായി ചിന്ത.
അതോടുകൂടി അതിൻ്റെ പിടി അങ്ങോട്ട് വിട്ടു. പക്ഷേ അപ്പോൾ കമ്പിളി കെട്ടുവിടുന്നില്ല. ഇതെന്ത് അത്ഭുതമെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അതൊരു ഭാണ്ഡക്കെട്ടായിരുന്നില്ല, പകരം അതൊരു ഉഗ്രൻ ആൾക്കരടിയായിരുന്നു എന്ന് അപ്പോഴാണ് പിടികിട്ടിയത്. ഇപ്പോൾ കരടിയാണ് പിടിച്ചിരിക്കുന്നത്. ഇതാണ് വിട്ടാലും വിടാത്ത ആഗ്രഹമെന്ന് നമ്മൾ കാണേണ്ടത്. ഈ പറഞ്ഞ ഈ അതിരുകടന്ന ആഗ്രഹത്തിന് ചില ഉദാഹരണങ്ങൾ പറയാമോ എന്ന് ചോദിച്ചാൽ, മദ്യപാനം, കൈക്കൂലി, കൊള്ളലാഭം, കള്ളക്കടത്ത്, ഈ 4 കൂട്ടം കാര്യങ്ങളും ഈ മേൽ പറഞ്ഞതുപോലെ കമ്പിളിക്കെട്ടിൽ പിടിച്ച ആ ഒരു പിടി പോലെയാണ്. ഇത് പറയാൻ കാരണം, ഈ തുടക്കത്തിൽ അനുഭൂതിയും അവസാനം ഒരു വൻ ദുരന്തത്തിലുമാണ് ഈ 4 ദുഷ്പ്രവണതകൾ ഒരു മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഇത്യാദി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നത് മാത്രമാണ് അർത്ഥപൂർണമായ ജീവിതത്തിലേക്കുള്ളൊരു പോംവഴിയായിട്ട് ഇവിടെ കാണേണ്ടത്. ഈ പറഞ്ഞ വിധം മനസ്സിനെ നല്ലപോലെ കടിഞ്ഞാണിട്ട ശേഷം മാത്രമേ ഇനി പറയാൻ പോകുന്ന മന്ത്രം നിങ്ങൾ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് 3 വട്ടം ജപിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വിധം മാനസികമായി ഒന്ന് തയ്യാറെടുത്ത ശേഷം ഈ മന്ത്രം ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് 3 വട്ടം ജപിക്കുക. ഇങ്ങനെ ഒരു 5 ദിവസം അടുപ്പിച്ച് ചെയ്യുക. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതായത് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും, ദാമ്പത്യ പരാജയങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ ജപിക്കുന്നത് കൊണ്ട് അവർക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കാനും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അതിനോടൊപ്പം വന്നു കിട്ടും. അതുമാത്രവുമല്ല, ഇതിലും വലിയൊരു ശത്രു സംഹാര മന്ത്രമില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതെന്തുകൊണ്ടെന്നാൽ അത്ര ശക്തിയുള്ളൊരു രുദ്രഗായത്രി മന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഇതിൻ്റെ അർത്ഥം, ദേവന്മാരിൽ നിന്നും ഏറ്റവും ശക്തനായ ആദർശപുരുഷനായ മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ബുദ്ധിയും അറിവും നൽകി അനുഗ്രഹിക്കണമേ, എൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കണമേ. ഇതാണ് ഈ ഒരു രുദ്രഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് 3 തവണ അടുപ്പിച്ച് ജപിക്കുക. സാധാരണഗതിയിൽ നിങ്ങൾ ഇത് ജപിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടന്നു കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം അത്ര ശക്തിയുള്ള മന്ത്രമാണിത്. ഇതിൻ്റെ റിസൾട്ട് സാധാരണഗതിയിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അത് നടന്ന് കിട്ടുന്നത് വരെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് 3 ഉരു ജപിച്ചിട്ട് കിടക്കുക. ഈ മന്ത്രം എത്ര ദിവസം വേണമെങ്കിലും ജപിക്കുന്നതിൽ തെറ്റില്ല. കുറഞ്ഞത് കണ്ടിന്യൂസ് ആയി ഒരു 5 ദിവസമെങ്കിലും ജപിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുലവാലായ്മ ഉള്ള ദിവസങ്ങളിലും ആർത്തവ ദിനങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ ഈ രാത്രി ഭക്ഷണത്തോടൊപ്പം മത്സ്യമാംസാദികൾ കഴിച്ചിട്ടുള്ള ആ ഒരു ദിവസങ്ങളിലും മാത്രം നിങ്ങൾ ഈ മന്ത്രജപം ഒഴിവാക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാ ദിവസവും ജപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ പൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ട ആളുകൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അത് മറക്കാതെ തരാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കും കൂടി പ്രയോജനപ്പെടും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.